ട്രേഡിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് വരയ്ക്കുന്ന ചാർട്ട് അത് ഒന്ന് വീഡിയോ ആക്കി ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പലപ്പോഴും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ചൊന്നും മറച്ചു വെച്ചിട്ടില്ല. നോർമലി ഞാൻ ഉപയോഗിക്കുന്നത് പ്രീവിയസ് ഡേയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം ചില സമയത്ത് പിവറ്റ്സ് പോയിന്റുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ എന്താണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് ചില സമയത്ത് നോക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഫിബ് വെച്ച് വരയ്ക്കാറുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്ന ചാർട്ടിൽ കൃത്യമായിട്ട് നിങ്ങൾ ലൈനുകളെല്ലാം പ്രീവിയസ് ഡേയിലോട്ട് നീട്ടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാകും ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. പക്ഷേ പലർക്കും വരച്ചു നോക്കാൻ മടിയാണ്. എങ്ങനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതുപോലെ വരയ്ക്കാൻ അറിയാം. പക്ഷെ ഞാൻ എങ്ങനെ വരച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈൻസ് എങ്ങനെയാണ് വരച്ചതെന്ന് പറഞ്ഞു തരാം ഈ വീഡിയോയിൽ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമാണ്. ഓക്കെ, നമുക്ക് ആദ്യം നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റിയിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ താഴത്തെ ഈ ബോട്ടം ലെവൽ എന്ന് പറയുന്നത് അന്നത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ വരച്ചിട്ടില്ലായിരുന്നു. ഇത് മാർക്കറ്റ് താഴെ ഓപ്പൺ ചെയ്തതുകൊണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് വരച്ചതാണ് ഈ ലൈൻ. ഈ ലൈൻ വന്നിട്ട് അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വരച്ചതാണ്. അപ്പം അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ആ സമയത്ത് വരച്ചതെന്ന് പറഞ്ഞു തരാം. ബാക്കി എല്ലാം ഈ 4 ലൈൻസും നമ്മൾ പ്രീ മാർക്കറ്റിൽ വരച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ വരച്ച് വരുമ്പോഴത്തേക്കും ചാർട്ടിനകത്ത് കുറേ സംഭവങ്ങൾ വരും. അതുകൊണ്ട് ഈ ഫിഗറുകളെല്ലാം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്ഥലം ഇതിൽ കിട്ടും. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിലെല്ലാം ഞാൻ ഈ വരച്ചിരിക്കുന്ന ലെവൽസുകളെല്ലാം പ്രീവിയസ് ഡേയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സപ്പോർട്ടോ ആയിട്ടോ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ ചാർട്ടിലോട്ടെല്ലാം ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. ഇത് ഓക്കെ, ഞാനിത് വരച്ചു. ഈ താഴത്തെ ഈ ബോട്ടം ലെവല് ഇതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതെന്തുകൊണ്ടാണെന്ന് വരച്ചതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഏറ്റവും താഴത്തെ ലൈന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ലെവല് ഇതൊരു സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി, ഇവിടെ വന്നിട്ട് തിരിച്ചു കയറി, പിന്നെ ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയി, പിന്നെ ഇവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തു. പിന്നെ മുമ്പോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സപ്പോർട്ട് പോയിന്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് പിന്നീട് നോക്കാം ഇതെന്തുകൊണ്ടാണ് ഇവിടെ വരച്ചതെന്ന്. അടുത്തതിന് ഈ ഒരു ലെവൽ നോക്കാം. ഈ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ നമുക്ക് സപ്പോർട്ട് വന്നിട്ടുണ്ട്. മാർക്കറ്റ് താഴോട്ട് വന്നപ്പോഴത്തെല്ലാം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എടുത്ത് കയറി. ഇതൊരു സപ്പോർട്ട് പോയിന്റ് ആയിരുന്നു, ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ ഈ ലൈൻ എന്തുകൊണ്ടാണ് വരച്ചതെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻസ് കാണാൻ പറ്റും. ഒരു സപ്പോർട്ട് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് ഇവിടെ. ഈ ലെവൽസ് എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ലൈൻ വരച്ചത്. ഇനി തൊട്ട് മുകളിലത്തെ ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നോക്കുക, മാർക്കറ്റ് ഇവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത ഏരിയ ആണ്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു. ഇത് ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഏരിയ വരച്ചിരിക്കുന്നത്. സെയിം ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ
ഈ ചാർട്ട് വരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസത്തിൻ്റെ ഈ ഒരു ഏരിയ വെച്ചിട്ട് വരച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഇതിനോടൊപ്പം നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നതെന്ന് പറയുന്നത് പിവറ്റ് പോയിന്റുകളാണ്. അതിന് നമ്മുടെ ഇൻഡിക്കേറ്റർ തന്നെയാണ് CPR പാലാഴി എന്ന് പറയുന്ന സ്വന്തം ഇൻഡിക്കേറ്റർ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പിവറ്റ് പോയിന്റുകൾ ഇട്ടിട്ടുണ്ട്, CPR ഉണ്ട്, പിന്നെ അതിനോടൊപ്പം തന്നെ ക്യാമറയുടെ S3യും S4ഉം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ R3യും R4ഉം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. താഴത്തെ ഇതിൽ ഈ ഒരു ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 കൺഫർമേഷൻ ആണുള്ളത്. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ എപ്പോഴും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 കൺഫർമേഷൻ ഉപയോഗിക്കാറുണ്ട്. ഒന്നിൽ കൂടുതൽ കൺഫർമേഷൻ ഞാൻ വരയ്ക്കുന്ന ലൈനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടോ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടോ അത് വരയ്ക്കാറുണ്ട്. ഓക്കെ, ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഈ ബ്ലൂ എന്ന് പറയുന്നത് ക്യാമറയുടെ S4 ആണ്, സപ്പോർട്ട് 4 ആണ് ക്യാമറയുടേത്. ക്യാമറയുടെ S4ഉം S3യും എപ്പോഴും നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടോ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യും. ക്യാമറയെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു റിക്വയർമെൻ്റ് ഉണ്ട്, അത് വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ പ്രീവിയസ് ഡേയുടെ സപ്പോർട്ടിൻ്റെ ഓടൊപ്പം തന്നെ, സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു ലൈനിനോടൊപ്പം തന്നെ നമുക്ക് ക്യാമറയിലെ കൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ലൈൻ ഇവിടെ വരച്ചത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കാൻ കാരണം ഈ ഒരു പ്രീവിയസ് ഡേയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനോടൊപ്പം ക്യാമറയുടെ S2 വന്നിട്ടുണ്ട്, S3 വന്നിട്ടുണ്ട്, സപ്പോർട്ട് 3. ഈ ബ്ലൂ ലൈൻ നടുക്ക് കാണുന്ന ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ക്യാമറയുടെ S3 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമുക്കിവിടെ 2 കൺഫർമേഷനായി. പ്രീവിയസ് ചാർട്ടിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും വന്നു, ക്യാമറയുടെ ഒരു പോയിന്റ് കൂടെ വന്നു. ഓക്കെ, ഇനി അടുത്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ നമുക്ക് വേറെ കൺഫർമേഷൻ ഒന്നുമില്ല, പ്രീവിയസ് ഡേയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇനി മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനോടൊപ്പം, അതായത് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിട്ട് സ്ട്രോങ് റിജക്ഷൻ വന്ന ഏരിയ ആണിത്. അവിടെ നോക്കുക, പ്രീവിയസ് ഡേയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനോടൊപ്പം നമുക്ക് അവിടെ ഒരു പോയിന്റ് കൂടെ വന്നതെന്ന് പറയുന്നത് CPRൻ്റെ ടോപ്പ്. CPR നമുക്ക് 3 ലെവൽസ് വരാറുണ്ട്, ബോട്ടം വരാറുണ്ട്, പിവറ്റ് വരാറുണ്ട്, അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം പിവറ്റ് വരാറുണ്ട്, സെൻട്രൽ പിവറ്റ് വരാറുണ്ട്. അതിൻ്റെ ബോട്ടം കൂടെ ടോപ്പ് കൂടെയാണ് നമുക്ക് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത്. ഈ താഴെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് CPRൻ്റെ ടോപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈന് ഇവിടെ വരയ്ക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ട്രോങ് ഒരു റിജക്ഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, പിവറ്റിൻ്റെ CPRൻ്റെ ടോപ്പ് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു റിജക്ഷൻ ഉണ്ടായി. ക്യാമറയുടെ S4 വന്നിട്ട് നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്തു. ഇനി ഞാൻ ഇതിനോടൊപ്പം വീണ്ടും വരച്ചിട്ടുള്ളതെന്ന് പറയുന്നത് എന്താണ്, ഫിബ്. നമുക്ക് ഫിബ് കൂടെ നോക്കാം. ഫിബിൽ നമുക്ക് അന്ന് ഈ ചാർട്ട് ഇല്ലായിരുന്നല്ലോ, ഈ ചാർട്ട് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. ഫിബിൽ ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ ഹൈ ആണ് എടുത്തിട്ടുള്ളത്. പ്രീവിയസ് ഡേയുടെ ഹൈ ആണ് ഫിബിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ബോട്ടം, അതിൻ്റെ ടോപ്പും ബോട്ടവും വെച്ചിട്ടാണ് ഫിബ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് മുകളിൽ നിന്ന് താഴോട്ട് വെച്ച് വരച്ചിട്ടുള്ളതാണ്. അതായത് നേരത്തെ നമ്മളിതിനെക്കുറിച്ച് പാർട്ട് 1ൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫിബ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം, കാണാത്തവർ അതുകൂടെ ഒന്ന് കാണുക. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് ഫിബ് വരച്ചു, ഫിബ് തിരിച്ച് താഴെ നിന്ന് മുകളിലോട്ടും വരയ്ക്കുന്നു, ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ടും ഞാൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. ഇത്രയുമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫിബ് ഒന്നാമത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രീവിയസ് ഡേയുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും റെസിസ്റ്റൻസും സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നതാണ്. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന പിവറ്റ്സ് ലൈൻസ്, പിവറ്റ് പോയിന്റിൽ വരുന്ന ക്യാമറ അല്ലെങ്കിൽ CPRൻ്റെ ലൈന് അല്ലെങ്കിൽ പിവറ്റ് പോയിന്റ് 2, 3 ഫിബ്.
ഇത് മൂന്നും കൂടെ ഇപ്പം ക്ലബ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ലെവൽസിനകത്ത് ഇത് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ഓരോ ലൈനായിട്ട് എടുത്ത് നോക്കാം. മുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ ലൈനിൽ നമുക്ക് വന്നിട്ടുള്ളത് പിവറ്റ് ഫിബ് വരച്ചതിൻ്റെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഡേയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു റെഡ് ലൈന് കൂടെ വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പിവറ്റ് പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നു R1 ആണ്, റെസിസ്റ്റൻസ് 1 ആണ്. അപ്പം ഈ ഒരു കോളത്തിനകത്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റിന് ഉള്ളിൽ 3 കൺഫർമേഷൻ ആണുള്ളത്. ഒന്ന് വന്നിട്ട് ഫിബ് വരച്ചിട്ടുണ്ട്, 2 വന്നിട്ട് പ്രീവിയസ് ഡേയിലല്ല പ്രീവിയസ് ചാർട്ടിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമതൊരെണ്ണം വന്നിട്ടുള്ളത് നമുക്ക് പിവറ്റ് പോയിന്റ് ആണ്. അങ്ങനെ 3 പോയിന്റ് ആ ഒരു കോളത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വേറെ കൺഫർമേഷൻ ഒന്നും വേണ്ട. അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടോ സ്ട്രോങ് സപ്പോർട്ടായിട്ടോ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിലോട്ട് പോകും. ഇനി അടുത്ത് ഈ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഫിബിൻ്റെ 0.5 വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ കാണുന്നത് 0.5 ആണ്. ഈ ഒരു ഗ്രീൻ കാണുന്നത് 0.5 ആണ് ഫിബിൻ്റെ. അതിനോടൊപ്പം നമുക്ക് അവിടെ വന്നിട്ടുള്ളത് CPRൻ്റെ ടോപ്പ് വന്നിട്ടുണ്ട്, പ്രീവിയസ് ചാർട്ടിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തും 3 കൺഫർമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമുക്ക് ഫിബ് വന്നിട്ടുണ്ട്. ഇതായി കാണുന്ന 0.786 ഫിബ് വന്നിട്ടുണ്ട്. 0.786ൻ്റെ ഫിബ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് CPR ഉണ്ട്. CPRൻ്റെ ബോട്ടം വന്നിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ചാർട്ടിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ തന്നെയാണ്. നമുക്ക് ഫിബ് വന്നിട്ടില്ല, ബാക്കി 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ക്യാമറ വന്നിട്ടുണ്ട്, ക്യാമറയുടെ S3 വന്നിട്ടുണ്ട്. തൊട്ട് താഴെ ക്യാമറയുടെ S4 വന്നിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ചാർട്ടിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും താഴത്തെ 2 എന്ന് പറയുന്നത് നമുക്ക് 2 കൺഫർമേഷനും മുകളിലോട്ടുള്ള 3 കൺഫർമേഷനും ഉണ്ട്. ഇതിൽ കൂടുതൽ നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ എന്താണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വരച്ചിട്ടുള്ള ചാർട്ടുകൾ മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, ഞാനപ്പം നമ്മൾ വരച്ചതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാർട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ ലെവൽസായിട്ട് നോക്കാം. മാർക്കറ്റ് താഴെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് പിന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ടൊരു നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടി. നമുക്കെപ്പോഴും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ബിഹേവ് ചെയ്യുന്നത് അടുത്ത് സപ്പോർട്ടായിട്ടായിരിക്കും. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ അത് സപ്പോർട്ടാകും. ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി തിരിച്ച് റീടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് കിട്ടി, തിരിച്ച് താഴെ വന്നു, ഇവിടെ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടി, പിന്നെ മാർക്കറ്റ് തിരിച്ചു കയറി. നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസിലോ നിന്ന് എങ്ങനെ എൻട്രി എടുക്കുമെന്ന്. സപ്പോർട്ട് ഇപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കിട്ടി തിരിച്ച് താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് റീടെസ്റ്റ് വരുമ്പോൾ ഒരു 90% നമുക്ക് അവിടെ നിന്ന് കൺഫർമേഷൻ ആണ്. റീടെസ്റ്റിൽ നിന്ന് എൻട്രി എടുക്കാം. അവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് കൂടെ റീഡ് ചെയ്തിട്ട് എൻട്രി എടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലോട്ട് വന്നു മാർക്കറ്റ്. പിന്നെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ ഉണ്ടായത് അടുത്ത് നമ്മുടെ ലെവൽസിലാണ്. അവിടെയും ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി. അവിടെ നിന്ന് റീടെസ്റ്റിൽ വീണ്ടും കയറി. ഇവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5 മിനിറ്റ്സിൽ ക്ലിയർ റിവേഴ്സ് പാറ്റേൺ ആണ്. അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ച് മുകളിലോട്ട് കയറി. പിന്നെ ഏറ്റവും മുകളിലാണ് ഇവിടെയാണ്. പിന്നെ വീണ്ടും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു, റീടെസ്റ്റ് പോയി, വീണ്ടും തിരിച്ച് താഴോട്ട് വന്നു. അപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ വരച്ച ഒരു ടെക്നിക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു കരുതുന്നു. ഇത് ഇത്രയുമേ ഉള്ളൂ എൻ്റെ ചാർട്ട് വരപ്പിന്, പിന്നിൽ മറ്റൊന്നുമില്ല. നമുക്കടുത്ത് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. വെള്ളിയാഴ്ചത്തെ
ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇതാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇത് വീഡിയോ നീണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിലായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ലെവൽസ് ബോട്ടം നമുക്ക് അന്ന് തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് കൃത്യമായിട്ട് 4 ലെവൽസ് ഉണ്ടായിരുന്നു. 4ഉം ഏറ്റവും ബോട്ടത്തു നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് പോയത്, ഏറ്റവും ടോപ്പിൽ മാർക്കറ്റ് പോയി നിൽക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസ് നോക്കാം. ഏറ്റവും താഴത്തെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ നിന്ന് നമുക്കൊരു സപ്പോർട്ട് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഏരിയയാണ്. ഇതൊക്കെ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വരച്ചിട്ടേക്കുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവല് വരച്ചത്. ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ലൈൻ എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു റിജക്ഷൻ വന്നിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഏരിയ ആണ്. ഇതും സപ്പോർട്ടാണ്. ഇതും ഒരു പക്ക റിവേഴ്സ് ആയിരുന്ന ഏരിയ ആണ്. തൊട്ട് മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റിവേഴ്സ് ഏരിയ ആണ്, റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ലെവലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 4 ലൈനും ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം. ഓക്കെ, പ്രീവിയസ് ഡേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ 2 ലൈന് ഇത് നമുക്ക് സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വ്യാഴാഴ്ചത്തെ മാർക്കറ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഇതും ഒരു സപ്പോർട്ട് വിത്ത് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഇത് പ്രീവിയസ് ഡേ ലോ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് വരയ്ക്കാനുള്ള കാരണം. ഓക്കെ, ഇനി ഇതിനോടൊപ്പം നമുക്ക് ഫിബ് നോക്കാം. ഫിബ് എനിക്ക് തോന്നുന്നു അന്ന് വരച്ചിട്ടുള്ളത് ഫിബ് ഇതായിരുന്നു നമ്മുടെ ഹൈ. ഈ ഹൈയിൽ നിന്ന് ഈ ലോ കണക്ട് ചെയ്ത് വരച്ചു. നോക്കാം, നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് 0.5 ഇവിടെ കൺഫർമേഷൻ ആണ്. അപ്പം 2 ലെവൽസ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ ഫിബിൻ്റെ 0.5ഉം പിന്നെ നമുക്ക് പ്രീവിയസ് ഡേയുടെ സപ്പോർട്ട് ഏരിയയും നമുക്ക് അവിടെ കൃത്യമായിട്ട് വന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ വരയ്ക്കാനുള്ള കാരണം. എനിക്ക് തോന്നുന്നു ഞാനിവിടെ 2 ഫിബ് വരച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ ഒരു ഹൈയിൽ നിന്നോടെ ഞാനൊന്ന് ഫിബ് വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈയും ഈ ഒരു ലോയും. ഇതിൽ കുറേ ലൈന് കാണുമ്പം നിങ്ങൾക്ക് തന്നെ ചിലപ്പം ഭ്രാന്ത് പിടിക്കുന്നുണ്ടാകും. ഇത്രയും ലെവലൊക്കെ ലൈനൊക്കെ വരച്ചിട്ടിട്ടാണ് ചാർട്ട് വരയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പിവറ്റ് കൂടെ ഇടാം. അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഓക്കെ. നമുക്ക് ഏറ്റവും ടോപ്പ് നിന്ന് തുടങ്ങാം. ഈ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 കൺഫർമേഷൻ ഉണ്ടായിരുന്നു. പ്രീവിയസ് ചാർട്ടിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് ഒരു ഫിബ് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ഫിബിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഫിബിൽ ഞാൻ എല്ലാം ഉപയോഗിക്കാറില്ല. ഫിബിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 ഫിഗർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് 0.618ഉം 0.5ഉം 0.786ഉം. ഈ 3 ഫിബിലുള്ള ഈ 3 നമ്പേഴ്സ് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അത് വെച്ചിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 കൺഫർമേഷൻ ഈ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ 2, 3, 4 കൺഫർമേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേയുടെ ലൈനുണ്ട്, ഫിബ് ഉണ്ട്. ഫിബിൻ്റെ 2 ലൈൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ CPR വരുന്നുണ്ട്. അങ്ങനെ 4 കൺഫർമേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ ഈ ക്യാമറയിലേക്ക് എന്താ ഉപയോഗിക്കാത്തതെന്ന്. കാരണം ക്യാമറയിൽ ഉപയോഗിക്കാത്തത് നമുക്ക് ഇവിടെ കൂടുതൽ കൺഫർമേഷൻ മുകളിൽ വന്നതുകൊണ്ടാണ് അവിടെ ഉപയോഗിച്ചത്. പക്ഷേ ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ കൃത്യമായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. എന്നിട്ടാണ് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് കയറിപ്പോയത്. ഇത് തൊട്ട് താഴെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മറ്റ് കൺഫർമേഷനുകളൊന്നുമില്ല. ഇവിടെ പ്രീവിയസ് ഡേയുടെ ലോ മാത്രമാണ്. അതും നമുക്ക് പക്ഷേ കൃത്യമായിട്ട് അവിടെ ഒരു ആദ്യം റെസിസ്റ്റൻസായി പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ S4 വിത്ത് പ്രീവിയസ് ചാർട്ടിൻ്റെ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത് വരയ്ക്കാൻ കാരണം. ഇനി നോക്കിക്കഴിഞ്ഞാൽ അറിയാം
ഞാനിതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ചാർട്ടിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിനി ചാർട്ട് നോക്കാം. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഏറ്റവും താഴത്തെ സപ്പോർട്ട് വന്നു, മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി, ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് വന്നു, മാർക്കറ്റ് തിരിച്ചു പോയിട്ട് വീണ്ടും കയറി, വീണ്ടും ഇവിടെ ഒരു റിജക്ഷൻ വന്നു. അടുത്ത പോക്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു, ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, മുകളിലോട്ട് കയറി, വീണ്ടും തൊട്ട് മുകളിൽ തന്നിട്ടുണ്ടായിരുന്ന ലെവലിൽ ഒരു റെസിസ്റ്റൻസ് വന്നു, വീണ്ടും അവിടെ നല്ല മൊമെൻറ്റത്തിൽ അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് വന്നു, തിരിച്ചിവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തു, വീണ്ടും ഇവിടെ പോയി മാർക്കറ്റ് ഇവിടെ വീണ്ടും ഒരു റിജക്ഷൻ വന്നു. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഇത് അങ്ങോട്ട് നീണ്ടു പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഫോളിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് നിഫ്റ്റിയിലും സെയിം ഈ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും ഇവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. സമയം ഉണ്ടായിരുന്നുവെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഒരു ഫോളിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് അന്ന് മൊത്തം കയറിയത്. ലോ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഒരു ഹൈ വന്നു, തിരിച്ചൊരു ലോ, പിന്നെ ഇതിനേക്കാളും മുകളിലാണ് അടുത്ത ഹൈ വന്നിട്ടുള്ളത്, ഇതിനേക്കാളും മുകളിലാണ് അടുത്ത ഹൈ വന്നിട്ടുള്ളത്, ലോയും ഈ ലോയേക്കാളും മുകളിലാണ് അടുത്ത ലോ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ അടുത്ത ഹൈ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തിട്ടില്ല. പ്രീവിയസ് ഹൈ പിന്നെ വന്ന ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അടുത്തൊരു ലോവർ ലോ വന്നിരുന്നുവെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെയാണ്. ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് കയറിപ്പോയത്. ഈ ഹൈക്ക് മുകളിലാണ് അടുത്ത ഹൈ വന്നത്, ഇതിന് മുകളിലാണ് അടുത്ത ഹൈ വന്നത്, ഇതിന് മുകളിൽ അടുത്ത ഹൈ വന്നു. അടുത്ത ഹൈ വന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം ഇതിലാണ് ഒരു എം പാറ്റേൺ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ലോ ഇതിന് താഴെ വന്നിരുന്നുവെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചാർട്ട് വരപ്പിന് പിന്നിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നാളെ മുതൽ എൻ്റെ വീഡിയോ വരുന്നതിന് മുന്നേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളൊന്ന് ചാർട്ട് വരച്ച് വെച്ച് നോക്കുക. ചിലർ പറയുന്നുണ്ട് വരച്ചു വയ്ക്കുന്ന ചാർട്ടും എൻ്റെ ചാർട്ടിനോട് സാമ്യത ഉണ്ടാകുന്നുണ്ടെന്ന്. നല്ല കാര്യമാണ്, പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നോക്കിയിട്ട് ചാർട്ട് സ്വന്തമായിട്ട് വരച്ച് അനലൈസ് ചെയ്യാൻ പഠിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാലേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും നിൽക്കാൻ പറ്റുന്ന മേഖലയല്ല സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് ഡേ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ഇൻട്രാഡേയിൽ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരുടെ വ്യൂ എന്താണ്, മറ്റുള്ളവരുടെ ചാർട്ട് എങ്ങനെയാണ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് നോക്കാൻ സമയം കിട്ടത്തില്ല. അവിടെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പഠിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. അപ്പോൾ താങ്ക് യു.